എല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം. ഇന്ന് നാം വായനയ്ക്കും ചിന്തയ്ക്കുമായി എടുക്കുന്ന വേദഭാഗം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 26 അധ്യായം 55 മുതൽ 66 വരെയുള്ള വാക്യങ്ങളാണ്. 54 വരെയുള്ള വാക്യങ്ങളിൽ യേശുക്രിസ്തു തന്റെ മരണത്തിനു മുമ്പ് ഗെത്സമന തോട്ടത്തിൽ പ്രാർത്ഥിച്ചപ്പോൾ തന്റെ ശിഷ്യന്മാരോട് പ്രാർത്ഥനയില്ലെങ്കിൽ ആത്മീയ ബലഹീനതയുണ്ടാകുമെന്നുള്ള സന്ദേശം വ്യക്തമാക്കി. യൂദാസ് ഒരു ചുംബനം ഉപയോഗിച്ച് യേശു കർത്താവിനെ ഒറ്റിക്കൊടുക്കുകയും അത് ക്രിസ്തു ക്ഷമയോടെയും സ്നേഹത്തോടെയും നേരിടുകയും ചെയ്തു എന്നും പത്രോസ് പ്രതിരോധിക്കാൻ ശ്രമിച്ചപ്പോൾ യേശു കർത്താവ് അക്രമം വേണ്ടെന്നും ദൈവത്തിന്റെ തിരുവെഴുത്തുകൾ നിവൃത്തിയാകേണ്ടതിന് താൻ കഷ്ടപ്പാടുകൾ സഹിക്കേണ്ടതുണ്ട് എന്നും വ്യക്തമാക്കുന്നതായി നാം വായിക്കുന്നു. 55, 56 വരെയുള്ള വാക്യങ്ങളിൽ ആ നാഴികയിൽ യേശു പുരുഷാരത്തോട്, ഒരു കള്ളന്റെ നേരെ എന്ന പോലെ നിങ്ങൾ എന്നെ പിടിപ്പാൻ വാളും വടികളുമായി വന്നിരിക്കുന്നു. ഞാൻ ദിവസേന ഉപദേശിച്ചുകൊണ്ട് ദൈവാലയത്തിൽ ഇരുന്നിട്ടും നിങ്ങൾ എന്നെ പിടിച്ചില്ല. എന്നാൽ ഇത് ഒക്കെയും പ്രവാചകന്മാരുടെ എഴുത്തുകൾ നിവൃത്തിയാകേണ്ടതിന് സംഭവിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ ശിഷ്യന്മാർ എല്ലാവരും അവനെ വിട്ട് ഓടിപ്പോയി. യേശുക്രിസ്തു ഗെത്സമന തോട്ടത്തിൽ വെച്ച് യൂദാസിനാൽ ഒറ്റിക്കൊടുക്കപ്പെട്ട ശേഷം റോമൻ പട്ടാളം, മഹാപുരോഹിതന്മാർ, പരീശന്മാർ എന്നിവരാൽ പിടികൂടപ്പെടുമ്പോൾ തന്നെ പിടിക്കാൻ ആയുധധാരികളുമായി വന്നവരോട് യേശു പറയുന്നത്, ഒരു കള്ളനെ പിടിക്കാൻ വന്നതുപോലെ തന്നെ പിടികൂടാൻ വന്നിരിക്കുന്നു. താൻ എല്ലാ ദിവസവും ദൈവാലയത്തിൽ ജനങ്ങളെ പഠിപ്പിച്ചിരുന്നു, എന്നാൽ തന്നെ പിടിക്കാൻ അവർക്ക് രാത്രി തെരഞ്ഞെടുക്കേണ്ടി വന്നു എന്നുമാണ്. ലൂക്കോസ് 22 അധ്യായം 53 വാക്യത്തിൽ, ഞാൻ ദിവസേന ദൈവാലയത്തിൽ നിങ്ങളോട് കൂടെ ഇരുന്നിട്ടും എന്റെ നേരെ കൈ ഓങ്ങിയില്ല, എന്നാൽ ഇത് നിങ്ങളുടെ നാഴികയും ഇരുളിന്റെ അധികാരവുമാകുന്നു എന്ന് പറഞ്ഞു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഈ സംഭവങ്ങളെല്ലാം തിരുവെഴുത്തുകളിൽ പ്രവചിക്കപ്പെട്ടത് നിവൃത്തിയാകേണ്ടതിന് സംഭവിച്ചു എന്ന് കർത്താവ് അർത്ഥമാക്കുന്നത് യെശയ്യാവ് 53:7 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ, സക്കറിയാവ് 13:7 വാക്യം, ദാനിയേൽ 9 അധ്യായം 26 വാക്യം മുതലായ പഴയ നിയമ വേദഭാഗങ്ങളാണ് എന്ന് മനസ്സിലാക്കാം. യേശു പിടിക്കപ്പെട്ടപ്പോൾ ശിഷ്യന്മാർ ഭയന്ന് കർത്താവിനെ ഉപേക്ഷിച്ച് ഓടിപ്പോയി എന്നും നാം വായിക്കുന്നു. എല്ലാ ശിഷ്യന്മാരും തങ്ങളുടെ ഗുരുവിനെ യഥാർത്ഥത്തിൽ പിടികൂടിയതായി കണ്ടപ്പോൾ ഭയന്ന് വിറച്ചു എന്നും ഭയാനകമായ ആയുധധാരികളുടെയും പന്തങ്ങളുടെയും വരവ് കണ്ട് പരിഭ്രാന്തരായി കർത്താവിനെ ഉപേക്ഷിക്കില്ലെന്ന വാഗ്ദാനങ്ങൾ മറന്നുകൊണ്ട് എല്ലാവരും തങ്ങളുടെ ഗുരുവിനെ വിചാരണയിലേക്കും മരണത്തിലേക്കും ഒറ്റയ്ക്ക് വിട്ടിട്ട് ഓടി രക്ഷപ്പെട്ടു എന്ന് നാം വായിക്കുന്നു. 57, 58 വരെയുള്ള വാക്യങ്ങളിൽ യേശുവിനെ പിടിച്ചവരോ മഹാപുരോഹിതനായ കയ്യാഫായുടെ അടുക്കൽ ശാസ്ത്രിമാരും മൂപ്പന്മാരും ഒന്നിച്ചു കൂടിയിരുന്നിടത്ത് അവനെ കൊണ്ടുപോയി. എന്നാൽ പത്രോസ് ദൂരവേ മഹാപുരോഹിതന്റെ അരമനയോളം പിൻചെന്നു, അകത്ത് കടന്നു, അവസാനം കാണുവാൻ സേവകരോടുകൂടി ഇരുന്നു എന്ന് നാം വായിക്കുന്നു. കയ്യാഫാവ് ആ സംവത്സരത്തെ മഹാപുരോഹിതനായിരുന്നു എന്ന് യോഹന്നാൻ 18:13 വാക്യത്തിൽ നിന്ന് വ്യക്തമാണ്. കയ്യാഫാവ് ഇതിനകം തന്നെ യേശുവിനെ നശിപ്പിക്കുവാൻ ഗൂഢാലോചന നടത്തിയിരിക്കുന്നു എന്ന് യോഹന്നാൻ 11:49, 50 വരെയുള്ള വാക്യങ്ങളിൽ വ്യക്തമാണ്. യേശുവിനെ ഇങ്ങനെ വിചാരണ ചെയ്യുന്നത് അനീതിപൂർണമായിരുന്നു എന്നും രാത്രി സമയത്ത് രഹസ്യമായി നടന്നതും പ്രതിഭാഗത്തിന് ന്യായമായി പ്രതിരോധം നൽകുവാൻ അവസരം ലഭിക്കാതിരുന്നതും ദൈവം മോശ മുഖാന്തരം നൽകിയ നിയമങ്ങൾക്ക് വിരുദ്ധമായിരുന്നു എന്ന് ലേവ്യ പുസ്തകം 16 അധ്യായം 19 വാക്യവും 19 അധ്യായം 15 മുതലായ വാക്യങ്ങളിൽ വ്യക്തമാണ്. ഇത് അടിസ്ഥാന മാനുഷിക നിയമങ്ങളെപ്പോലും അവഗണിച്ച ദുഷ്ടതയുടെ പൂർണ്ണതയാണ് എന്ന് വ്യക്തമാണ്. പത്രോസ് ഭയപ്പെട്ടെങ്കിലും യേശുവിനെ പിന്തുടരുന്നു, എന്നാൽ സുരക്ഷിത അകലം പാലിച്ചു എന്നും നടുമുറ്റത്തിന്റെ മധ്യ തീ കത്തിച്ച് ഒന്നിച്ചിരുന്നവർ ഉണ്ടായിരുന്നു എന്നും പത്രോസും അവരുടെ ഇടയിൽ ഇരുന്നു എന്നും ലൂക്കോസ് 22:55 വാക്യത്തിൽ വ്യക്തമാണ്. 59 മുതൽ 61 വരെയുള്ള വാക്യങ്ങളിൽ മഹാപുരോഹിതന്മാരും ന്യായാധിപ സംഘമൊക്കെയും യേശുവിനെ കൊല്ലേണ്ടതിന് അവന്റെ നേരെ കള്ളസാക്ഷ്യം അന്വേഷിച്ചു. കള്ളസാക്ഷികൾ പലരും വന്നിട്ടും പറ്റിയില്ല. ഒടുവിൽ 2 പേർ വന്ന്, ദൈവ മന്ദിരം പൊളിച്ച് 3 ദിവസം കൊണ്ട് വീണ്ടും പണിയുവാൻ എനിക്ക് കഴിയും എന്ന് ഇവൻ പറഞ്ഞു എന്ന് ബോധിപ്പിച്ചു എന്ന് നാം വായിക്കുന്നു. മഹാപുരോഹിതന്മാരും ന്യായാധിപ സംഘവും യേശുവിനെ നിയമപരമായി കുറ്റം ചുമത്താനാകാതെ വ്യാജ സാക്ഷികളിൽ ആശ്രയിക്കേണ്ടി വന്നു എന്ന് നാം വായിക്കുന്നു.
വ്യാജ സാക്ഷ്യം നൽകുന്നത് ദൈവം കഠിനമായി വിലക്കുന്നു എന്ന് പഴയ നിയമത്തിൽ ദൈവം വ്യക്തമായി വെളിപ്പെടുത്തിയിരിക്കുന്നു. പുറപ്പാട് 23 അധ്യായം 1 വാക്യത്തിൽ വ്യാജ വർത്തമാനം പരത്തരുത്, കള്ളസാക്ഷിയായിരിക്കാൻ ദുഷ്ടനോടുകൂടെ ചേരരുത് എന്നും, സദൃശവാക്യം 19 അധ്യായം 5 വാക്യത്തിൽ കള്ളസാക്ഷിക്ക് ശിക്ഷ വരാതിരിക്കില്ല, ഭോഷ്ക് നിശ്വസിക്കുന്നവൻ ഒഴിഞ്ഞു പോകയില്ല എന്നും ദൈവം വെളിപ്പെടുത്തിയിരിക്കുന്നതായി നാം വായിക്കുന്നു. എന്നാൽ യഹൂദ മത നേതൃത്വം യാതൊരു നിയമവും ലംഘിച്ചിട്ടില്ലാത്ത യേശു കർത്താവിനെ കൊല്ലേണ്ടതിന് വ്യാജ സാക്ഷികളുടെ സഹായം തേടുന്നതിലൂടെ അവർ ദൈവത്തിന്റെ നിയമങ്ങൾ കാറ്റിൽ പറത്തി എന്ന് വ്യക്തമാണ്. പല വ്യാജ സാക്ഷികൾ വന്നു എങ്കിലും അവർക്ക് ഉചിതമായ രീതിയിൽ ഒന്നും സ്ഥാപിക്കാനായില്ല എന്നും, ഒടുവിൽ 2 പേർ വന്ന് ദൈവാലയം പൊളിച്ച് 3 ദിവസം കൊണ്ട് അതിനെ പുനർനിർമ്മിക്കും എന്ന് യേശു പറഞ്ഞതായി സ്ഥാപിക്കുന്നതായി നാം വായിക്കുന്നു. എന്നാൽ ഈ കള്ളസാക്ഷ്യങ്ങൾ യേശുവിന്റെ വാക്കുകളുടെ തെറ്റായ വ്യാഖ്യാനമായിരുന്നു എന്ന് യോഹന്നാൻ 2 അധ്യായം 19 മുതൽ 21 വരെയുള്ള വാക്യങ്ങളിൽ വ്യക്തമാണ്. യേശു തന്റെ ശരീരം ദൈവമന്ദിരമായി വിശേഷിപ്പിച്ച് പറഞ്ഞതിനെ അവർ ജെറുസലേം ദൈവാലയ കെട്ടിടം സംബന്ധിച്ച് പറഞ്ഞതാണ് എന്ന് തെറ്റിദ്ധരിപ്പിക്കുകയായിരുന്നു. എന്നും ദൈവവചനത്തെ വളച്ചൊടിക്കാനും ദുരുപയോഗം ചെയ്യാനും എങ്ങനെ ആളുകൾ ശ്രമിക്കും എന്നതിന്റെ ഉദാഹരണമാണ് ഇത് എന്നും വ്യക്തമാണ്. 62 മുതൽ 64 വരെയുള്ള വാക്യങ്ങളിൽ മഹാപുരോഹിതൻ എഴുന്നേറ്റ് അവനോട്, നീ ഒരു ഉത്തരവും പറയുന്നില്ലയോ? ഇവർ നിന്റെ നേരെ സാക്ഷ്യം പറയുന്നത് എന്ത് എന്ന് ചോദിച്ചു. യേശുവോ മിണ്ടാതിരുന്നു. മഹാപുരോഹിതൻ പിന്നെയും അവനോട്, നീ ദൈവപുത്രനായ ക്രിസ്തു തന്നെയോ പറക എന്ന് ഞാൻ ജീവനുള്ള ദൈവത്തെ കൊണ്ട് നിന്നോട് ആണയിട്ട് ചോദിക്കുന്നു എന്ന് പറഞ്ഞു. യേശു അവനോട്, ഞാനാകുന്നു. ഇനി മനുഷ്യപുത്രൻ സർവശക്തന്റെ വലത്തുഭാഗത്ത് ഇരിക്കുന്നതും ആകാശമേഘങ്ങളെ വാഹനമാക്കി വരുന്നതും നിങ്ങൾ കാണും എന്ന് ഞാൻ പറയുന്നു എന്ന് പറഞ്ഞു. യേശു കർത്താവ് തനിക്ക് എതിരെയുള്ള കുറ്റാരോപണങ്ങൾക്ക് നേരെ മൗനമായി നിലകൊള്ളുന്നു എന്നത് യെശയ്യാ പ്രവചനം 53 അധ്യായം 7 വാക്യത്തിലെ മിശിഹ പ്രവചനം നിറവേറുന്നതിനായി ആണെന്ന് വ്യക്തമാണ്. യേശുവിന്റെ മൗനം തന്റെ ദൈവിക ജ്ഞാനത്തിന്റെയും കഷ്ടപ്പാടുകളെ എങ്ങനെ സ്വീകരിക്കണമെന്ന് അറിയുന്നതിന്റെയും പ്രതിഫലനമാണ് എന്ന് വ്യക്തമാണ്. യേശു കർത്താവ് അങ്ങനെ തീർത്തും മൗനം പാലിച്ചപ്പോൾ മഹാപുരോഹിതൻ യേശുവിനോട്, നീ ദൈവപുത്രനായ ക്രിസ്തു തന്നെയോ ജീവനുള്ള ദൈവത്തെ കൊണ്ട് ആണയിട്ട് ഞാൻ ചോദിക്കുന്നു എന്ന് നാം വായിക്കുന്നു. മഹാപുരോഹിതൻ ചോദിക്കുന്നത് സങ്കീർത്തനം 2:2-7 മുതലായ തിരുവെഴുത്തുകൾ പ്രകാരം മിശിഹ അഭിഷിക്തനും ദൈവപുത്രനുമായിരിക്കും എന്ന യഹൂദ വിശ്വാസപ്രകാരമാണെന്ന് വ്യക്തമാണ്. യേശു അവനോട് മറുപടി പറഞ്ഞത്, ഞാൻ ദൈവപുത്രനായ ക്രിസ്തുവാകുന്നു എന്നും ഇനി മനുഷ്യപുത്രൻ സർവശക്തന്റെ വലത്തുഭാഗത്ത് ഇരിക്കുന്നതും ആകാശമേഘങ്ങളെ വാഹനമാക്കി വരുന്നതും നിങ്ങൾ കാണുമെന്നുമാണ്. സർവശക്തന്റെ വലത്തുഭാഗത്ത് എന്നത് തന്റെ ദൈവിക അധികാരത്തെയും സകലത്തിലും ഉന്നതനായ അവസ്ഥയെയും സൂചിപ്പിക്കുന്നു എന്ന് സങ്കീർത്തനം 110:1 മുതലായ വേദഭാഗങ്ങളിൽ വ്യക്തമാണ്. ഇവിടെ ആകാശത്തിലെ മേഘങ്ങളിൽ വരുമെന്ന് കർത്താവ് പറയുന്നത് ഒരേ സമയം യഹൂദന്മാരോടുള്ള ദൈവിക ന്യായവിധിയും അവസാന നാളിലെ ക്രിസ്തുവിന്റെ തിരിച്ചുവരവും ഉൾക്കൊള്ളുന്നു എന്ന് മത്തായി 24 അധ്യായം 30 വാക്യം, അപ്പസ്തോല പ്രവർത്തികൾ 1:9 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ, വെളിപ്പാട് പുസ്തകം 1 അധ്യായം 7 വാക്യം മുതലായ വേദഭാഗങ്ങളിൽ നിന്ന് മനസ്സിലാക്കാം. ഈ വാക്കുകളിലൂടെ യേശു കർത്താവ് സ്വർഗീയ സിംഹാസനത്തിൽ നിന്ന് ഭരണം നടത്തുകയും ഭാവിയിൽ മഹത്വത്തോടെയുള്ള തന്റെ തിരിച്ചുവരവ് പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു. 65-66 വാക്യങ്ങളിലൂടെ മഹാപുരോഹിതൻ വസ്ത്രം കീറി, ഇവൻ ദൈവദൂഷണം പറഞ്ഞു, ഇനി സാക്ഷികളെ കൊണ്ട് നമുക്ക് എന്താവശ്യം? നിങ്ങൾ ഇപ്പോൾ ദൈവദൂഷണം കേട്ടുവല്ലോ, നിങ്ങൾക്ക് എന്തു തോന്നുന്നു എന്ന് ചോദിച്ചതിന് അവൻ മരണയോഗ്യൻ എന്ന് അവർ ഉത്തരം പറഞ്ഞു എന്ന് നാം വായിക്കുന്നു. താൻ ക്രിസ്തുവാണ് എന്ന് യേശു പറഞ്ഞത് കേട്ടപ്പോൾ ദൈവനിന്ദ കേട്ടു എന്ന നിലയിൽ ആക്രോശത്തോടെ കയ്യാഫാസ് മഹാപുരോഹിതൻ തന്റെ വസ്ത്രങ്ങൾ കീറി യേശുവിന്റെ അവകാശവാദങ്ങൾ ദൈവദൂഷണമാണെന്ന് പ്രഖ്യാപിക്കുന്നു. ലേവ്യ പുസ്തകം 21:10 വാക്യത്തിലെ മഹാപുരോഹിതൻ ഒരു കാരണവശാലും വസ്ത്രം കീറരുത് എന്ന ദൈവകൽപ്പനയുടെ ലംഘനമാണെന്ന് വ്യക്തമാണ്. അവിടെ വിചാരണ ചെയ്യാൻ കൂടിയിരുന്നവർ യേശുവിനെ ദൈവദൂഷകനായി പ്രഖ്യാപിച്ച് മരണശിക്ഷ വിധിച്ചു എന്നും, എന്നാൽ രാത്രിയിൽ വിചാരണ ആരംഭിച്ചു, സാക്ഷികളെ വിസ്തരിച്ചു, അത് പൂർത്തിയാക്കി ശിക്ഷാവിധി വിധിച്ചു എന്നത് തന്നെ ദൈവവചനത്തിന്റെ ന്യായവിസ്താര നിയമങ്ങളുടെ ലംഘനമാണ് എന്ന് മനസ്സിലാക്കാം.